സാംസ്കാരിക നായകൾക്ക് താങ്ങുവില ഏർപ്പെടുത്തണം. സാമാന്യം നല്ല രീതിയിൽ എഴുന്നേറ്റ് പെരുവിരലിൽ കുത്തുനിന്ന് 2 മണിക്കൂർ നല്ല രീതിയിൽ പൊടിപ്പും തൊങ്ങലുമൊക്കെ ചേർത്ത് കുമാരനാശാന്റെ കരുണാകാവ്യത്തെക്കുറിച്ച് നിന്ന് കീച്ചുവാൻ സാമാന്യം ഭേദപ്പെട്ട കേരളത്തിലെ ഒരു സാംസ്കാരിക നായയ്ക്ക് ഇന്ന് എത്ര രൂപ തച്ചു കൊടുക്കണം? പറ. ഒരു പട്ടിക്ക് മറ്റൊരു ശുനകനെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഒരു സാംസ്കാരിക നായയ്ക്ക് മറ്റൊരു സാംസ്കാരിക നായയെ കാണാൻ പാടില്ലാത്തത് കൊണ്ട് യൂണിയൻ എന്നത് ഇന്നും ഒരു ഉട്ടോപ്പിയായി തുടരുന്നു. ഇനി വിഷയത്തിലേക്ക് വരാം. ചെറിയ ആച്ചിപൂച്ചി വിഷയമൊന്നുമല്ല ആശാന്റെ, മണിയാശാന്റെ അല്ലെന്ന്. മഹാകവി കുമാരനാശാന്റെ കരുണാകാവ്യത്തെക്കുറിച്ചാണ് പ്രസംഗിക്കേണ്ടത് എന്നോർക്കണം. ഒറാങ്ങൊട്ടാങ് മണിയാശാന്റെ കൃതിയെ ആസ്പദമാക്കിയാണെങ്കിൽ 50 രൂപയും ബോഞ്ചിവെള്ളവും തന്നെ കൂടുതലാണ്. ഇക്കഴിഞ്ഞ ജനുവരി 30 കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച സാഹിത്യോത്സവത്തിൽ മഹാകവി കുമാരനാശാന്റെ അത്യാവശ്യം വീടുള്ള കൃതിയായ കരുണാകാവ്യത്തെക്കുറിച്ച് 2 മണിക്കൂർ കീച്ചലിനെ വിളിച്ച തനിക്ക് വെറും 2400 ഉലുവ തന്ന് അപമാനിച്ച് എന്ന് പറഞ്ഞ് കവിയും ഇടയ്ക്കൽപ്പം സീരിയലും സിനിമയിലുമൊക്കെ അഭിനയിക്കുവാൻ പോവുകയും ചെയ്യുന്ന അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക തൊഴിലാളിയായ ബാലചന്ദ്രൻ തുള്ളിക്കാട് സുഹൃത്തിനെ കൊണ്ട് FB വാളിൽ പ്രതിഷേധക്കുറിപ്പിട്ടു. നമ്മുടെ സാംസ്കാരിക നായകൾ അങ്ങനെ വളഞ്ഞേ മൂക്കിൽ പിടിക്കാൻ ശ്രമിക്കൂ, നേരിട്ടൊന്നും പറയില്ല, അവിടെയും ഇവിടെയും തൊടാതെ. പക്ഷേ ഇത് തച്ചിൻ്റെ കാര്യമായതുകൊണ്ട് പച്ചയ്ക്കങ്ങ് പറഞ്ഞു കളഞ്ഞു. ഇത് ഒരുമാതിരി മറ്റേ പരിപാടിയായി പോയി എന്ന്. ചുള്ളിയുടെ സുഹൃത്ത് ജയചന്ദ്രനാണ് കവിയെ ഉദ്ധരിച്ച് കവിക്ക് വേണ്ടി ഇക്കാര്യം ഫേസ്ബുക്കിൽ കോറിയിട്ടത്. അത്യാവശ്യം സിനിമയിലൂടെയും സീരിയലിലൂടെയുമൊക്കെ 10 കാശ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തന്നെ ഇനി നിങ്ങളുടെ ദാരിദ്ര്യം പിടിച്ച സാംസ്കാരിക വിസർജനത്തിനായി മേലാൽ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. സാംസ്കാരിക നായയ്ക്ക് വേണ്ടി ചമച്ച ആ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം കാണുക. എൻ്റെ വില, ബാലചന്ദ്രൻ ചുള്ളിക്കാട്. കേരള ജനത എനിക്ക് നൽകുന്ന വില എന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായത് ഇക്കഴിഞ്ഞ ജനുവരി 30 കേരള ജനതയുടെ സാഹിത്യ അക്കാദമിയിൽ അന്താരാഷ്ട്ര സാഹിത്യോത്സവം. ജനുവരി 30 രാവിലെ കുമാരനാശാന്റെ കരുണാകാവ്യത്തെക്കുറിച്ച് സംസാരിക്കുവാൻ അക്കാദമി എന്നെ ക്ഷണിച്ചിരുന്നു. ഞാൻ അവിടെ കൃത്യസമയത്തെത്തുകയും ആ വിഷയത്തെക്കുറിച്ച് 2 മണിക്കൂർ സംസാരിക്കുകയും ചെയ്തു. 50 വർഷം ആശാൻ കവിത പഠിക്കുവാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി എൻ്റെ പരിമിതമായ ബുദ്ധിയാൽ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രതിഫലമായി എനിക്ക് നൽകിയത് 2400 രൂപയാണ്. എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെ വാസ് ട്രാവൽസിൻ്റെ ടാക്സിക്ക് വെയിറ്റിംഗ് ചാർജും ഡ്രൈവറുടെ ബാറ്റയും അടക്കം എനിക്ക് ചിലവായത് 3500 രൂപ. 3500 രൂപയിൽ 2400 രൂപ കഴിച്ച് ബാക്കി 1100 രൂപ ഞാൻ നൽകിയത് സീരിയലിൽ അഭിനയിച്ച് ഞാൻ നേടിയ പണത്തിൽ നിന്നാണ്. പ്രബുദ്ധരായ മലയാളികളെ, നിങ്ങളുടെ സാഹിത്യ അക്കാദമിയിൽ അംഗമാകാനോ നിങ്ങളുടെ മന്ത്രിമാരിൽ നിന്ന് കുനിഞ്ഞു നിന്ന് അവാർഡും വിശിഷ്ടാംഗത്വവും സ്വീകരിക്കുവാനോ ഇന്നോളം ഞാൻ വന്നിട്ടില്ല, ഒരിക്കലും വരികയുമില്ല. മിമിക്രിക്കും പാട്ടിനുമൊക്കെ 10,000-കണക്കിലും ലക്ഷക്കണക്കിലും പ്രതിഫലം നൽകുന്ന മലയാളികളെ, നിങ്ങളുടെ സാഹിത്യ അക്കാദമി വഴി എനിക്ക് നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്ന വില 2400 രൂപ മാത്രമാണെന്ന് മനസ്സിലാക്കി തന്നതിന് നന്ദി. ഒരപേക്ഷയുണ്ട്, നിങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്കായി ദയവായി മേലാൽ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. എൻ്റെ ആയുസ്സിൽ നിന്ന് അവശേഷിക്കുന്ന സമയം പിടിച്ചു പറിക്കരുത്, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞാണ് സാംസ്കാരിക തൊഴിലാളി കത്ത് അവസാനിപ്പിക്കുന്നത്. സത്യമല്ലേ? ഒരു ബംഗാളിയെ ഓടകോരാൻ വിളിച്ചാൽ ഇന്ന് 1000 രൂപയും വണ്ടിക്കൂലിയും ശാപ്പാടും കൊടുക്കണം. ബംഗാളിയാണെങ്കിൽ വല്ല ലൈൻ ബസ്സിൽ തൂങ്ങിയാണെങ്കിലും വരും. അതുപോലെയാണോ ഒരു സാംസ്കാരിക തൊഴിലാളി? എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെ ടാസ്കി വിളിച്ചാണ് പോയത്. ആ ടാസ്കി ചെലവിന് പോലും കൊടുത്ത പണം തികയില്ല. സാംസ്കാരിക തൊഴിലാളികൾക്ക് വേദിയിൽ കയറി 2 മണിക്കൂർ നിന്ന് കീച്ചണമെങ്കിൽ അത്യാവശ്യം 4 എണ്ണമെങ്കിലും വിട്ടെങ്കിലേ എന്തെങ്കിലും ആകത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഒരു എരിവുണ്ടാകാൻ വീണ്ടും 4 എണ്ണം കൂടി വിടണം. അതും കയ്യിൽ നിന്ന് പോയാൽ പിന്നെ എന്ത് നാറിയ സാംസ്കാരിക പരിപാടിയാണ്. ശേ, ഇതൊന്നും അറിയാത്ത മോന്മാരാണല്ലോ ഈ പരിപാടി നടത്തുന്നത് എന്നോർക്കുമ്പോഴാണ്. അല്ല, പിന്നെ എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? സാധാരണഗതിയിൽ ഈ സാംസ്കാരിക നായകൾക്ക് അല്പം സംസ്കാരം കൂടുതലാണെന്നാണ് അക്കാദമിയിലെ ചില മിടുക്കനെപ്പുറത്തുകൾ ധരിച്ചു വശായിരിക്കുന്നത്. ഇരട്ടത്ത് കാര്യം കഴിഞ്ഞ് ലോട്ടറി ടിക്കറ്റ് ചുരുട്ടി വെച്ചിട്ട് പറ്റിച്ചിട്ട് പോകുന്ന വീരന്മാരാണിവർ. വെപ്രാളത്തിനിടയ്ക്ക് ആരും കിട്ടിയത് എണ്ണി നോക്കാറില്ല. സർക്കാർ മുദ്രയുള്ള ഒരു കവറിൽ പശ തേച്ച് നല്ല ഒട്ടിച്ച് ഒരു തരുണിമണി എടുത്തു കൊടുക്കുന്നത് അല്പം സംസ്കാരമുള്ള സാംസ്കാരിക നായകൾ സാധാരണ തുറന്നു നോക്കാറില്ല. ഒരു 2500 രൂപ വെച്ചിട്ട്
വൗച്ചറിൽ 10,000 കൊടുത്തു എന്നെഴുതും. സംസ്കാരമുള്ള സാംസ്കാരിക നായകൾ പരിഭവം പറയാൻ പാടില്ല എന്ന ചിത്താന്തമനുസരിച്ച് ചുള്ളിക്കാട് കിട്ടിയതും മേടിച്ച് നിക്കറിലിട്ട് മിണ്ടാതെ പോകും എന്ന് കരുതി. എന്നാൽ ചുള്ളിക്കാട് പണി കരുണാകാവ്യത്തിൽ നൈസായി ചാലിച്ചു കൊടുത്തു. കവർ പൊട്ടിച്ച് നിക്കറിൽ വിരൽ കടത്തി എണ്ണി നോക്കി. 501, 502, 503, 504. പിന്നെ നോട്ടിന് ചെറിയ മാറ്റം. ദൈവമേ, ചതിച്ചു, വേഷാത്തേച്ചു. കുമാരനാശാന്റെ കരുണാകാവ്യം പറഞ്ഞ് വാഗൊണ്ട് തന്നെ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് ചുള്ളിക്കാട് പാടി. ചുള്ളിക്കാടിൻ്റെ പദം പറച്ചിൽ കേട്ട് പലരും ഇവൻ വെറും സാംസ്കാരിക നായയാണല്ലോ എന്ന് ആത്മകഥം പറഞ്ഞു. മുടിഞ്ഞ സംസ്കാരമുള്ള മന്ത്രി തികഞ്ഞ സംസ്കാരത്തോടെ ഒരു മുട്ടൻ ഖേദമങ്ങ് പറഞ്ഞു. പോരായെങ്കിൽ നല്ല സംസ്കാരമുള്ള ഭാഷ ഉപയോഗിച്ച് മണിയാശാൻ വേണമെങ്കിൽ ഒരു ചെറിയ ഖേദം കൂടെ പ്രകടിപ്പിക്കും എന്ന് പറഞ്ഞതോടെ എൻ്റെ പൊന്നോ, പൈസയും വേണ്ട, ഒരു പരിപ്പൂടെയും വേണ്ട എന്ന് പറഞ്ഞ് ചില്ലിക്കാട് തന്നെ ആ വിവാദം മൂക്ക് ചീറ്റി കെടുത്തിക്കളഞ്ഞു. ഇനി ഇവിടെ ആർക്കാ പ്രശ്നം? ഏതവനാണ് പ്രശ്നം? ചുള്ളിക്കാടിനെ ചില്ലിക്കാശിൽ ഒതുക്കിയതിന് പ്രധാനമായും കേൾക്കുന്ന 2 വരട്ടുവാദങ്ങൾ ഇവയാണ്. ചെവി കൂർപ്പിച്ച് കേട്ടോണം. ഒന്ന്, MD ആദ്യ ദിനം വിളിച്ചത് മുക്കിനടുത്തിരിക്കുമ്പോൾ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻ മൂഞ്ചി എന്ന് MD പറയുമെന്നോർത്താണ്. പക്ഷേ മൂഞ്ചി ഏകാധിപതിയെ പോലെയാണ് എന്നങ്ങ് സാഹിത്യ രൂപത്തിൽ MD അവതരിപ്പിച്ചു. അതോടെ ഈ സാംസ്കാരിക നാറികളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തുടർന്നുള്ളവരുടെ തച്ചു വെട്ടിക്കുറച്ചു. പിന്നെ അല്ല, കാശ് കൊടുത്ത് തള്ളക്കുളി കേൾക്കുന്നത് എന്തിനാണ്? 2, ചുള്ളിക്കാട് പറഞ്ഞ കരുണാകാവ്യത്തിൻ്റെ ഇതിവൃത്തം അന്തംഗമ്മികൾക്ക് അത്ര ദഹിച്ചില്ല. വാസവദത്ത എന്ന വേശ്യാസ്ത്രീക്ക് ഉപഗുപ്തൻ എന്ന ബുദ്ധശിഷ്യനോട് തോന്നുന്ന അനുരാഗത്തിൻ്റെ കഥയാണ് അദ്ദേഹം പറഞ്ഞത്. ഉപഗുപ്തനെ പലവട്ടം ആളയച്ച് ക്ഷണിക്കുമ്പോഴൊക്കെ സമയമായില്ല എന്ന മറുപടിയായിരുന്നു വാസവദത്തയ്ക്ക് ലഭിച്ചിരുന്നത്. ഒടുവിൽ ഒരു ക്രൂരകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ട് കയ്യും കാലും ഛേദിച്ച നിലയിൽ ശ്മശാനത്തിൽ തള്ളപ്പെടുന്ന വാസവദത്തയെ ഉപഗുപ്തൻ സന്ദർശിച്ച് അവൾക്ക് ബുദ്ധമത സൂക്തങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നു. അത് കേട്ട് മനം മാറി ആത്മശാന്തിയോടെ വാസവദത്ത മരിക്കുന്നു. തത്വങ്ങൾ ഒഴിച്ചു കൊടുക്കുവാൻ പറ്റുന്ന സമയമാണല്ലോ അത്. ഇതൊക്കെ അന്തംഗമ്മികളോട് വിളമ്പിയ ചുള്ളിക്കാടിന് 2400 കിട്ടിയത് തന്നെ കൂടുതലല്ലേ? ലോകം മുഴുവനും അത്യാവശ്യം സുഖം പകർന്നു നടന്ന ഒരു വേശ്യയ്ക്ക് ബുദ്ധമത തത്വങ്ങൾ പറഞ്ഞുകൊടുത്ത് അവൾക്ക് മാനസാന്തരം വരുത്തിയ ഉപഗുപ്തൻ എന്ന ആ കശ്മലിനെ കുറിച്ച് അവർ തികഞ്ഞ ദേഷ്യത്തോടെയാണ് കേട്ടിരുന്നത്. ലവന് ഇതിൻ്റെ വേറെ വല്ല ആവശ്യമുണ്ടായിരുന്നോ എന്നവർ തമ്മിൽ ചോദിച്ചപ്പോഴേ കരുതി തച്ചു കുറയുമെന്ന്. അതുപോലെ സംഭവിച്ചു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.